പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. റോമ 5:5. ശക്തമായ ഈ തിരുവചനത്തിൻ്റെ അഭിഷേക കൃപയിൽ സഹനത്തിൻ്റെ നെരിപ്പോടിൽ നീറി ഉജ്ജ്വലിച്ച് പ്രത്യാശയുടെ മണിദീപമായി സഹോദരങ്ങൾക്ക് മുൻപിൽ വിളങ്ങി പ്രകാശിക്കുന്ന പുണ്യ തേജസ്സാണ് വിശുദ്ധ അൽഫോൻസാമ. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് തനിയേ ഇരിക്കുന്നു. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കുന്നു. ഓരോ കർഷകനും എത്ര പ്രത്യാശയോടെയാണ് ഈ തിരുവചനം ഹൃദയത്തിലേറ്റുന്നത്. ഗോതമ്പ് മണി അഴിഞ്ഞ് ഇല്ലാതായി പുതിയ ചെടികൾ മുളച്ച് വളർന്ന് പുതിയ ഗോതമ്പ് മണികൾ വളർന്നു വരും എന്നുള്ള വലിയ പ്രത്യാശയിലാണ് ഓരോ കർഷകനും ഗോതമ്പ് കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രത്യാശ നിറഞ്ഞ ഈ തിരുവചനം ഹൃദയത്തിലേറ്റി അത് ജീവിച്ച് പ്രാവർത്തികമാക്കിയ വലിയ വിശുദ്ധയാണ് നമ്മുടെ വിശുദ്ധ അൽഫോൻസാമ. അമ്മ ശരിക്കും മനസ്സിലാക്കിയിരുന്നു ഈ തിരുവചനത്തിൻ്റെ അർത്ഥം. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ് ഇല്ലാതാകുന്നത് പോലെ വിശുദ്ധ അൽഫോൻസാമ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ വേദനകളിലും വിഷമങ്ങളിലും ഒറ്റപ്പെടുത്തലുകളിലും കുറ്റപ്പെടുത്തലുകളുമെല്ലാം അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായി. ഗോതമ്പ് മണി അഴിയുന്നത് പോലെ അവളും അഴിഞ്ഞു. അങ്ങനെ പുതിയ ഒരു ജന്മം കൊണ്ടു വിശുദ്ധിയുടെ പദവിയിലേക്ക് പറന്നുയരുവാൻ അൽഫോൻസാമയ്ക്ക് സാധിച്ചു. ജീവിത പ്രയാസങ്ങൾ നമ്മെ അലട്ടുമ്പോഴും ജീവിത മരുഭൂമിയിൽ നമ്മൾ ഏകാന്തചിത്തരായി അലയുമ്പോഴും ശക്തമായ ഈ തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ധൈര്യത്തോടെ പ്രത്യാശയോടെ മുന്നോട്ട് നീങ്ങണമെന്ന് വിശുദ്ധ അൽഫോൻസാമ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. അതുപോലെ തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. നിന്നെക്കുറിച്ച് ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിൻ്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഈ തിരുവചനങ്ങളൊക്കെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അതനുസരിച്ച് പ്രത്യാശയോടെ തൻ്റെ ജീവിതത്തെ കരുപ്പിടിപ്പിച്ചവളാണ് വിശുദ്ധ അൽഫോൻസാമ. വേദനിച്ച് ഉറങ്ങാതെ കിടക്കുന്ന രാത്രിയിൽ നീ എന്തു ചെയ്യുകയാണ് എന്ന് അഭിമന്യ കാളാശ്ശേരി പിതാവ് ചോദിച്ചപ്പോൾ ഞാൻ സ്നേഹിക്കുകയാണ് എന്നാണ് അൽഫോൻസാമ ഉത്തരം പറഞ്ഞത്. അവൾക്കറിയാമായിരുന്നു തൻ്റെ നാഥനറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത്. യേശു മാത്രമായിരുന്നു അവളുടെ പ്രത്യാശ. യേശു മാത്രമായിരുന്നു അവളുടെ ആശ്രയം. പ്രത്യാശാജനകമായ ഈ തിരുവചനങ്ങൾ അമ്മ ഹൃദയത്തിൽ എന്നും സൂക്ഷിച്ചിരുന്നു. അമ്മ പറയുന്നത് ഇപ്രകാരമാണ്. വിഷമങ്ങളും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകുന്നതിനെക്കുറിച്ച് സഹോദരങ്ങൾ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ്: മക്കളെ, കഷായം തന്ന കർത്താവ് തന്നെ പഞ്ചസാരയും തരും. എത്ര പ്രത്യാശാജനകമാണ് അമ്മയുടെ ഈ വചനം. അതേ പ്രിയമുള്ളവരെ, കഷായം തന്ന കർത്താവ് തന്നെ പഞ്ചസാരയും തരും. നമുക്ക് പ്രത്യാശയോടെ ആയിരിക്കാം. ജീവിത പ്രയാസങ്ങൾ നമ്മെ തളർത്തുമ്പോഴും പ്രതികൂലങ്ങളുടെ വെയിലേറ്റു വാടുമ്പോഴും വാടിപ്പോയ ജീവിതങ്ങൾക്ക് അവരുടെ ജീവിത പന്ഥാവിൽ ശക്തിയും ബലവും പകർന്നു നൽകുന്ന ഈ തിരുവചനങ്ങളും അതുപോലെ തന്നെ വചനക്കടലിലേക്ക് ഊളിയിട്ട് പ്രത്യാശയുടെ പവിഴമുത്തുകൾ പെറുക്കിയെടുത്ത് സഹനത്തിൻ്റെ സുന്ദരഹാരം നിരന്തരം തമ്പുരാൻ അർപ്പിച്ച വിശുദ്ധ അൽഫോൻസാമയും നമുക്ക് വലിയ പ്രചോദനം നൽകുന്നു. ഈ തിരുവചനങ്ങൾ നമ്മെ മാടി വിളിക്കുന്നു ഈശോയിലേക്ക്. വിശുദ്ധ അൽഫോൻസാമയിലൂടെ ഈശോയിലേക്ക് നമുക്കും വളരാം. പ്രത്യാശയുടെ മുകുളങ്ങൾ നാമുമായി ബന്ധപ്പെടുന്നവർക്ക് നമുക്കും പകർന്നു നൽകാം. നമുക്കും വിശുദ്ധ അൽഫോൻസാമയെ പോലെ തിരുവചനത്തിൻ്റെ പ്രഘോഷകരാകാം. നമുക്കും നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും തിരുവചനത്തിൽ ആശ്രയിക്കാം.
അമ്മ വചനത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് പ്രത്യാശയോടെ ജീവിച്ചതുപോലെ നമുക്കും ജീവിക്കാം. വിശുദ്ധ അൽഫോൻസാമ്മ നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ നിന്നും ധാരാളം റോസാപുഷ്പങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കട്ടെ എന്ന് അൽഫോൻസാമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം.